ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. സോ 7 CBSE മക്കളോടാണ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരിനി 8ാം ക്ലാസ്സിലേക്ക് പോകാൻ പോവുകയാണ്. സോ മികച്ച രീതിയിൽ പല കാര്യങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, 8ാം ക്ലാസ് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ 8 CBSE ബയോളജി പഠിക്കുന്നതിന് മുന്നോടിയായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ചാപ്റ്റേഴ്സ് ആണ്. 8 CBSEയിലെ നമ്മുടെ ക്യൂരിയോസിറ്റി ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾക്കറിയാം, കാരണം നമുക്കറിയാം സയൻസ് ഈസ് ഓൾ അബൌട്ട് എന്താണ്, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ. ഇതാണ് സയൻസ് എന്ന് പറയുന്നത്. പ്യുവർ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സയൻസിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സയൻസിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. സോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മുടെ പുതിയ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. അതിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആക്ടിവിറ്റി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അത് കുട്ടികളിൽ കൂടുതൽ അറിയാനുള്ള ആഗ്രഹം അഥവാ ഈ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന തരത്തിൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു ഫാക്റ്റാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം ലാഗാക്കാതെ തന്നെ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെ വിശേഷിപ്പിക്കണം. കാരണം നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, പേര് പോലെ തന്നെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ സാധിക്കാത്ത ലോകത്തെ പരിചയപ്പെടുത്തുന്ന വളരെ രസകരമായിട്ടുള്ളൊരു ചാപ്റ്റർ തന്നെയാണ്. സൂക്ഷ്മജീവികളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മളെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ചെറിയ ചെറിയ സെല്ലുകളെ കുറിച്ചൊക്കെ വളരെ വിശദമായി തന്നെ അതിൻ്റെ ഡിസ്കവറി തുടങ്ങിയ കാര്യങ്ങൾ മുതൽ വളരെ കൃത്യതയോടുകൂടി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്ററാണ് ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റോടു കൂടി തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് 8 CBSE ക്യൂരിയോസിറ്റിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ഇനി അത് കഴിഞ്ഞാൽ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് ഹെൽത്ത് ദ അൾട്ടിമേറ്റ് ട്രഷർ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. വളരെയധികം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ രീതിയിൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിച്ചാൽ എന്താണ് ഹെൽത്തി അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നൊരു കാര്യം അസുഖങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഹെൽത്ത് എന്ന് നിങ്ങൾ ഒരു പക്ഷേ പറയുകയുണ്ടാവും. എന്നാൽ അതല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ മെൻ്റൽ ഹെൽത്തിനെ കൂടി അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്തിനെ കൂടി പരിഗണിച്ചു കൊണ്ടുള്ള ഒരു കൃത്യമായൊരു പാഠഭാഗമാണ് ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് ചാപ്റ്റർ ബയോളജിയിൽ നമുക്ക് വരുന്നത്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ നമ്മളെ ബാധിക്കുന്ന പല രോഗങ്ങളെക്കുറിച്ചും രോഗകാരികളെക്കുറിച്ചും ഒക്കെ, അതായത് ഇപ്പോൾ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പല ഡിസീസ്, ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ്, പ്രോട്ടോസോവൻ മൂലം ഉണ്ടാകുന്ന ഡിസീസ്, അതൊക്കെ വിശദമായി തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡിസീസ് വരാനുള്ള സാഹചര്യം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കറിയാമല്ലോ പ്രിവെൻഷനാണ് ഏറ്റവും നല്ല ക്യൂർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യേണ്ട രീതികൾ, ഈ ഡിസീസ് വരാതിരിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെ വളരെ രസകരമായ രീതിയിൽ പറഞ്ഞുള്ള ഒരു ചാപ്റ്ററാണ് ദ ഹെൽത്ത് അൾട്ടിമേറ്റ് ട്രഷർ എന്ന് പറയുന്ന ചാപ്റ്റർ. ആൻഡ് ഓൾസോ വാക്സിനേഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, ആൻറ്റിബയോട്ടിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിനും നിങ്ങൾ അധികം ഹെൽപ്പ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ബയോളജി ചാപ്റ്റർ എന്ന് പറയുന്നത് ഹൗ നേച്ചർ വർക്ക്സ് ഇൻ ഹാർമണി. അതായത് വളരെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഹൗ നേച്ചർ വർക്ക്സ് ഇൻ ഹാർമണി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓരോ ലെവൽ, കമ്മ്യൂണിറ്റി, അങ്ങനെ പിന്നെ ഇൻഡിവിജ്വൽ, ഓരോ ലെവലിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എക്കോസിസ്റ്റം തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലിവിങ് തിങ്സ്, നോൺ ലിവിങ് തിങ്സ്, അവരുടെ ഇൻട്രാക്ഷനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. വളരെ രസകരമായി തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹൗ നേച്ചർ വർക്ക്സ് ഇൻ ഹാർമണി. ഈസി എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈസിയാണ്, പക്ഷേ കുറച്ച് ലെങ്തി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളവിടെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇനി അവസാനമായി അവർ ഹോം എർത്ത് യുണീക്ക് ലൈഫ് സസ്റ്റെയിനിങ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പിന്നീട് വരുന്നത്. നമുക്കറിയാം നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ 8 പ്ലാനറ്റിൽ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് എർത്താണ്. എന്തുകൊണ്ട് ഭൂമിയിൽ ലൈഫ് സപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മറ്റു പ്ലാനറ്റ്സിനൊന്നും ഇല്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഭൂമിക്കുള്ളത് എന്നും അതിൻ്റെ എല്ലാ ഫാക്ടേഴ്സും A to Z എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി തന്നെ പഠിപ്പിക്കുന്ന ഒരു ചാപ്റ്ററാണെന്ന് വേണം വിശേഷിപ്പിക്കാൻ ഈ ഒരു ചാപ്റ്റർ അവർ ഹോം എർത്ത് യുണീക്ക് ലൈഫ് സസ്റ്റെയിനിങ് പ്ലാനറ്റ് എന്നുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി ടെക്സ്റ്റ് ബുക്കിലെ ബയോളജി ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേര് പോലെ തന്നെ കുട്ടികളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൃത്യമായ രീതിയിൽ സയൻസ് പഠിക്കേണ്ടത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ടിവിറ്റി കാര്യങ്ങളിലൂടെയൊക്കെ ഒരു സ്റ്റോറി ബേസ്ഡ് ഒക്കെ ആയിട്ടാണ് കാര്യങ്ങൾ പല കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പറഞ്ഞു തരാൻ വേണ്ടി സൈലം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ട്യൂഷൻ ബാച്ചാണ് യോധ ബാച്ച്. വളരെ മികച്ച രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സും കൃത്യം പാട്ടുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 7 CBSE മക്കൾ നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുമ്പോൾ 1 ഷോട്ട് ക്ലാസ്സുകളൊക്കെയാണ് ഓരോ ചാപ്റ്ററും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ ആപ്പിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 8 CBSEയിൽ ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ദ ഇൻവിസിബിൾ ലിവിങ് വേൾഡ് ബിയോണ്ട് അവർ നേക്കഡ് ഐ എന്നുള്ള ചാപ്റ്റർ എടുക്കുമ്പോൾ ആ ചാപ്റ്റർ തന്നെ ഒരു 5 or 6 പാർട്ടുകളാക്കി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഓരോ പാർട്ടിലും വളരെ വിശദമായി തന്നെ ഓരോ ഏരിയാസും വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇനി ഓരോ പാർട്ടുകൾ കഴിയുമ്പോഴും അതിൻ്റെ DPP ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ട്, സെൽഫ് ഇവാലുവേഷൻ നടത്താനുള്ളൊരു വഴി കൂടി അവിടെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും എക്സാംസ് നടക്കുന്നുണ്ട്. അങ്ങനെ മികച്ച രീതിയിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങുന്ന ബാച്ചാണ് ഈ യോധ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന മക്കളിൽ ഒരുപാട് പേര് യോധ ബാച്ചിൽ ഓൾറെഡി എൻറോൾഡ് ആണ്. ഇനി ആരെങ്കിലും യോധ ബാച്ചിൽ എൻറോൾഡ് ആവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഉടനെ തന്നെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. കാരണം നമ്മൾ തുടക്കത്തിൽ തന്നെ ബാച്ച് പർച്ചേസ് ചെയ്ത് മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനായാസമായി മൊത്തത്തിൽ നമ്മുടെ ഈ ഹൈസ്കൂളാണ് എസ്പെഷ്യലി, അപ്പോൾ ഹൈസ്കൂളിൽ ഈ ഒരു പഠനം നമുക്ക് മികച്ച രീതിയിൽ കൊണ്ടുപോകാനും അത് നിങ്ങളെ അടുത്ത ഗ്രേഡ് 9, 10 ഗ്രേഡിലുള്ള പഠനം വളരെ ഈസി ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ മക്കളെ സൈലത്തിനൊപ്പം മികച്ച രീതിയിൽ പഠിച്ചെടുക്കാം, ഫുൾ മാർക്ക് നമുക്ക് നേടാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ബൈ.